പ്രിയ മിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗമാണ്. കഥ ആരംഭിക്കാം. ആറ്റൂരിനും ഓട്ടുപാറയ്ക്കും മധ്യേ റോഡരികിലുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്നാണ് ചാക്കിൽ കെട്ടിയ ജഡം കണ്ടുകിട്ടിയത്. ഒരാഴ്ചയിലധികമായി ആ പൊന്തക്കാട്ടിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിച്ചിരുന്നു. വണ്ടി ഇടിച്ചിട്ടിട്ട് പോയ വല്ല തെരുവ് നായയുടെയും ആണെന്നാണ് ആദ്യം സംശയിച്ചത്. പിന്നീട് അതങ്ങ് മാറി. പോലീസിൽ പരാതി പോയി. അങ്ങനെയാണ് ചീഞ്ഞളിഞ്ഞ് തിരിച്ചറിയാനാവാത്ത വിധം നഗ്നമായ ഒരു മനുഷ്യ ശരീരം ചാക്കിനുള്ളിൽ നിന്ന് കണ്ടെടുത്തത്. അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് കാണാതായ വ്യക്തികളെ കുറിച്ചായി പിന്നെ അന്വേഷണം. അങ്ങനെയാണ് നാരായണൻ മാഷിലേക്ക് സംശയം എത്തിയത്. തിരിച്ചറിയലിനായി കാണാതായ ആളിന്റെ ഭാര്യയുടെ പിതാവായ ഗംഗാധരൻ നമ്പൂതിരിയാണ് പോലീസ് കൊണ്ടുപോയത്. ദേഹം ചാക്കിൽ കെട്ടി പൊന്തക്കാട്ടിൽ എറിയണമെങ്കിൽ ഇതൊരു കൊലപാതകമായിരിക്കണം സാർ. എന്റെ നാരായണന് അങ്ങനെ സംഭവിക്കാൻ യാതൊരു കാരണവുമില്ല. അയാളെ അറിയണവർക്കെല്ലാം അയാൾ അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാ. അയാളെ അറിയാത്തവരാണെങ്കിലോ നമ്പൂതിരി? ഇൻസ്പെക്ടർ തിരക്കി. അറിയാത്തവർ എന്തിനാ ആ സാധുവിനെ ഇങ്ങനെ ചെയ്യണത്? വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോയ രാത്രിയിൽ റോഡിൽ വെച്ച് മോഷ്ടാക്കൾ ആരെങ്കിലും ആക്രമിച്ചതാണെങ്കിലോ? അതിനും സാധ്യതയില്ലേ സാർ? അത്യാവശ്യത്തിനുള്ള പണമേ എപ്പോഴും അയാളുടെ കൈവശം ഉണ്ടാവൂ. കാശ് കൊണ്ട് നടക്കുന്ന തരമല്ല നാരായണൻ. കയ്യിൽ എങ്ങനെ പണം ഉണ്ടാവണമെന്നുമില്ല. കയ്യിൽ പണം വേണ്ടല്ലോ, ഉണ്ടായേക്കാം എന്ന പ്രതീക്ഷയിൽ ആക്രമിച്ചതായിക്കൂടെ? ആള് കാഞ്ഞു പോയ ശേഷമാവും ചെയ്തത് വിഡ്ഢിത്തമായി പോയെന്ന് തോന്നിയിട്ടുണ്ടാവുക. ആളെ തിരിച്ചറിയാതിരിക്കാനാവും വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ചാക്കിൽ കെട്ടി പൊന്തയിൽ എറിഞ്ഞത്. ഈ ശരീരം കണ്ടിട്ട് നിങ്ങളുടെ കാണാതായ മരുമകനുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ? എനിക്കിത് കാണാൻ വയ്യ. നമ്പൂതിരി മുഖം പൊത്തി. കണ്ടിടത്തോളം ഒന്നും പറയാനും കഴിയണില്ല. എന്നെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ വേണ്ടിയില്ല. നാരായണന്റെ സഹോദരിമാരുടെ നമ്പൂതിരിമാരുണ്ട്. കൊള്ളാവുന്ന ആളുകളാണ്. അവരെ വിളിച്ച് ഈ ജോലി ഏൽപ്പിക്കുന്നതാവും സാർ ഉചിതം. ആ സാധു വൃദ്ധനെ വിട്ടേക്കാമെന്ന് ഇൻസ്പെക്ടർക്കും തോന്നി. പക്ഷേ സഹോദരിമാരുടെ നമ്പൂതിരിമാരൊന്നും മുന്നോട്ട് വന്നില്ല. മാഷിന്റെ തറവാടില്ലത്തുണ്ടായിരുന്നത് പടുവൃദ്ധയായ അമ്മയും വിധവയായ സഹോദരിയുമായിരുന്നു. നാരായണന്റെ വിവരമറിഞ്ഞതും അമ്മ ബോധം കെട്ടു. ബോധം വീണുവെങ്കിലും അവർക്ക് പിന്നീട് എഴുന്നേൽക്കാനായില്ല. അമ്മയുടെ ശുശ്രൂഷയ്ക്ക് ആകെ ഉണ്ടായിരുന്ന വിധവയായ സഹോദരിയെയും മൃതദേഹം തിരിച്ചറിയാനായി കൊണ്ടുപോകാൻ ആവുമായിരുന്നില്ല. പിന്നെയുള്ളത് മാഷിന്റെ അധ്യാപികയായ പത്നിയാണ്. അജ്ഞാത മൃതദേഹത്തെക്കുറിച്ചുള്ള വാർത്ത വരുന്നതോടെ ആ സ്ത്രീയും ശയ്യാവലംബയായി. കൂടെയുള്ളത് 10ഉം 8ഉം 5ഉം വയസ്സ് വീതമുള്ള 3 നിഷ്കളങ്കരായ കുട്ടികളാണ്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞ ആ അജ്ഞാതദേഹം നാരായണ മാഷിന്റെ തന്നെ എന്ന നിഗമനത്തിൽ സംസ്കാരത്തിനായി ആ ഇല്ലത്തേക്ക് വിട്ടുകൊടുത്തു. അതിന് പ്രേരണയായത് നാട്ടിലെ 2 ചെറുപ്പക്കാരായിരുന്നു. കൊല്ലപ്പെട്ടത് നാരായണൻ മാഷ് തന്നെയെന്ന് സാക്ഷി നൽകിയത് അവരാണ്. നാരായണൻ മാഷ് വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങിപ്പോയ ആ വെള്ളിയാഴ്ച രാത്രിയിൽ ടൗണിൽ നിന്ന് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് മടങ്ങിയ ഈ ചെറുപ്പക്കാർ വഴിയിൽ വെച്ച് ഒരു ആക്സിഡന്റിന് ദൃക്സാക്ഷികളായി. മദ്യപിച്ച് കാറോടിച്ചു വന്ന 2 പേർ റോഡിൽ ഒരു മധ്യവയസ്കനെ ഇടിച്ചു വീഴ്ത്തി രക്ഷപ്പെടാൻ ഒരുങ്ങവെയാണ് എതിരെ ബൈക്കേ വന്ന ഇവർ മുന്നിൽപ്പെടുന്നത്. കാർ തടഞ്ഞു നിർത്തി അപകടത്തിൽപ്പെട്ട ആളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ചു. ഒട്ടും ഇഷ്ടമില്ലാതെയാണെങ്കിലും കാറിൽ വന്നവർക്ക് അതിന് വഴങ്ങേണ്ടി വന്നു. കാറിടിച്ച് വീണയാൾ ഒരുപക്ഷെ ആ യാത്രാമധ്യേ ആശുപത്രിയിൽ എത്തും മുമ്പേ മരിച്ചു പോയിരിക്കാം. പുലിവാല് പിടിക്കാതിരിക്കാൻ വേണ്ടി അവർ ആ ദേഹം വിവസ്ത്രമാക്കി ചാക്കിൽ കെട്ടി പൊന്തയിൽ എറിഞ്ഞു കാണും. നാരായണൻ മാഷെ കാണാനില്ലെന്ന് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നപ്പോഴാണ് തങ്ങൾ നേരിൽ കണ്ട ആക്സിഡന്റിൽപ്പെട്ടയാൾ ഈ മാഷ് തന്നെയാണെന്ന് ചെറുപ്പക്കാർക്ക് ബോധ്യമായത്. അവർക്ക് പക്ഷേ അന്നൊരബദ്ധം പറ്റിയിരുന്നു. മാഷെ ഇടിച്ചു വീഴ്ത്തിയ കാറിന്റെ നമ്പർ കുറിച്ച് പോക്കറ്റിലിട്ടത് എവിടെയോ നഷ്ടപ്പെട്ടു. ആ കാറിനെയും അതിന്റെ ഉടമയും തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. മാഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് അകലൂരിലുള്ള തറവാട്ടു വീട്ടിലായിരുന്നു. അതിന്റെ ചുമതലകൾ വഹിച്ചത് അരുന്ധതി ടീച്ചറിന്റെ ഏട്ടനും അധ്യാപകനുമായ സുഭാഷ് ആയിരുന്നു. ഒപ്പം അധ്യാപികയും പത്നിയുമായ രജനിയും ഉണ്ടായിരുന്നു. ഇല്ലത്തിന്റെ അകമുറിയിൽ അനക്കമറ്റു കിടന്ന വൃദ്ധയായ നങ്ങേമാൻ തർജനത്തെ വിധവയായ മകൾ ദേവകി ഒഴികെ ആരും ശ്രദ്ധിച്ചില്ല. മരണാനന്തര ചടങ്ങുകൾ അവസാനിച്ചതും അരുന്ധതി മക്കളെയും കൂട്ടി പോകാനൊരുങ്ങി.
ഈശ്വര, എത്ര ലീവാ പോയത്. താമസിക്കുന്ന വീടിന്റെ അകവും പുറവും ഒരുപോലെ കാട് കയറിയിട്ടുണ്ടാവും. ഇനി അതൊന്ന് മനുഷ്യവാസയോഗ്യമാക്കാൻ ഞാൻ ഒരുത്തി എത്ര കഷ്ടപ്പെടണം. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലായിക വരുന്നു. അവൾ ഏട്ടത്തിയായ രജനിയോട് സങ്കടപ്പെട്ടു. ഞങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാ അരുന്ധതി. രജനി കൈമലർത്തി. 2 കുട്ടികളെയും കൊണ്ട് ഒരാഴ്ചയായി ഞങ്ങളും ഇവിടെ തന്നെയല്ലേ. ഇനി ഇല്ലത്തേക്ക് ചെന്നാൽ ഒരാഴ്ചയെങ്കിലും മല്ല പണി ചെയ്യണം. പിന്നെങ്ങനെയാ ഇയാളെ ഞങ്ങൾ സഹായിക്കുക? ബാഗുകളും തൂക്കി വാടക വണ്ടിയിൽ കയറാൻ പുറപ്പെട്ട അരുന്ധതിക്ക് പിന്നിൽ സങ്കടം ഘനീഭവിച്ച മട്ടിൽ ഭർത്തൃ സഹോദരി ദേവകി എത്തി. ഇനി എപ്പോഴാ ഏട്ടത്തിയമ്മ ഇങ്ങോട്ടൊക്കെ വരിക? ഇടയ്ക്കൊക്കെ വരണേ. ഏട്ടൻ പോയ സ്ഥിതിക്ക് ഞങ്ങൾക്കിനി മറ്റാരുണ്ട്? അരുന്ധതി അനിഷ്ടത്തിലൊന്ന് തിരിഞ്ഞു നോക്കി. എന്തിനെ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരണത്? ഞങ്ങൾക്കിനി ഇവിടെ ആരുണ്ട്? താലിയുടെയും പുടവയുടെയും ബന്ധം തീർന്നില്ലേ? ഉള്ളതൊക്കെ ഏട്ടൻ അനിയത്തിയുടെയും അമ്മയുടെയും പേരിൽ എഴുതി തന്നൂലോ. മഹാഭാവം പറയരുത് ഏട്ടത്തിയമ്മേ. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഏട്ടന്റെ 10 സെന്റ് കൂടി തരാമെന്ന് ഏട്ടൻ പറഞ്ഞതാ. ഞാൻ സമ്മതിച്ചില്ല. അരുന്ധതി ശരിക്കും ദേവകിയുടെ നേർക്ക് തിരിഞ്ഞു നിന്നു. അത്ഭുതത്തിൽ ആ മിഴികൾ വിടർന്നു. അമ്മയുടെയും എന്റെയും ചേർന്ന 40 സെന്റിൽ ഇല്ലക്കെട്ടുകളും ഗന്ധർവക്ഷേത്രവും കുളപ്പുരയും ബലിപ്പുരയും പാമ്പിൻകാവും കഴിഞ്ഞിട്ട് സൂചി കുത്താൻ സ്ഥലമില്ല. ആകെയുള്ള ഒരു വൃക്ഷം ആ മച്ചിപ്ലാവ. ഏട്ടന്റെ വക 10 സെന്റിലാ തെങ്ങുകള്. ഇല്ലത്തൂന്ന് പുറത്ത് കടക്കണമെന്ന് വെച്ചാലും ഈ 10 സെന്റിലൂടെ വേണം പോവാൻ. പിന്നിലൂടെ ഒരു ഒറ്റയടിപ്പാതയേ ഉള്ളൂ. നാളെ ഈ ഇല്ലം ആർക്കേലും വിൽക്കേണ്ടി വന്നാലും വണ്ടി കയറുന്ന വഴിയില്ലാതെ ആരേലും വാങ്ങുമോ? അതുകൊണ്ടായി ഏട്ടൻ അത് എനിക്ക് തരാനായി ശാഠ്യം പിടിച്ചത്. പക്ഷേ സ്വന്തം ഇല്ലത്തൂന്ന് ഏട്ടൻ ഇത്തിരി മണ്ണ് കിട്ടാതെ വരണത് കഷ്ടമല്ലേ? അതുകൊണ്ടാ ഞാൻ സമ്മതിക്കാഞ്ഞത്. അപ്പോ നാരായണേട്ടന്റെ വക 10 സെന്റ് ദേവകിക്ക് എഴുതി തന്നില്ലേ? അരുന്ധതിയുടെ തൊണ്ട ഇടറി. ഞാൻ സമ്മതിക്കാഞ്ഞത് കൊണ്ടാ എഴുതി തരാതിരുന്നത്. നിന്റെ സമ്മതമില്ലാതെ എഴുതിയാൽ ഞാനത് ഏട്ടത്തിയുടെയും കുട്ടികളുടെയും പേരിൽ തിരിച്ചെഴുതുന്നും വാശി പിടിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അരുന്ധതി അറിയണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. നിന്റെ കുട്ടി വലുതാവും വരെ ഈ തെങ്ങുകളുടെ ആദായം എടുത്തുകൊള്ളൂന്നും പറഞ്ഞു. എന്നേലും വിൽക്കേണ്ടി വന്നാൽ ഇല്ലത്തുനിന്നിറങ്ങാൻ വണ്ടി പോണ ഒരു വഴി തരാമെന്ന് വാക്ക് തന്നിട്ടാ ആ വെള്ളിയാഴ്ച ഇവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്. ദേവകി ശക്തിയിൽ ഏങ്ങലടിച്ചു. അരുന്ധതിയുടെ മുഖം സന്തോഷം കൊണ്ട് തുടുത്തു. വഴിയരികിലെ ആ 10 സെന്റിലൂടെ അവൾ കണ്ണോടിച്ചു. തെങ്ങുകളിൽ വിളഞ്ഞു കിടക്കുന്ന മുഴുത്ത നാളികേരങ്ങളിലൂടെ. ഏട്ടനില്ലാത്ത സ്ഥിതിക്ക് ഇനി തുറന്നു പറയാതെ പറ്റില്ലല്ലോ. ഏട്ടത്തിയുടെ കൂടി സമ്മതമുണ്ടെങ്കിലേ ഞാൻ ഈ നാളികേരം ഇനി ഇടൂ. ഭക്ഷണത്തിനും മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നു വെച്ചാ ഇതും ഞാൻ വേണ്ടാന്ന് വെച്ചേനെ. വിധവകൾക്കും വൃദ്ധകൾക്കും ഒക്കെ സർക്കാർ വക പെൻഷൻ കിട്ടൂലോ. അതിനൊക്കെ ഒന്ന് ശ്രമിച്ചുകൂടെ? ദേവകിയുടെ മുഖം കുനിഞ്ഞു. അവൾ ശബ്ദിച്ചുമില്ല. ഏതായാലും ഞാൻ വന്ന് നാളികേരം ഇടുമ്പോ 4-5 എണ്ണം എടുത്തോളൂ. അതിനിനി വിമ്മിട്ടം വേണ്ട. അരുന്ധതി തിരിഞ്ഞ് കാറിൽ കയറി. സുഭാഷും രജനിയും കുട്ടികളും നേരത്തെ കയറി കാറിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. അരുന്ധതിയെയും കുട്ടികളെയും അവരുടെ വാടക വീട്ടിൽ ഇറക്കിയ ശേഷമാണ് അവർ മായന്നൂരെ ഇല്ലത്തേക്ക് പോയത്. മടങ്ങാൻ നേരം സുഭാഷ് അനിയത്തിയെ ആശ്വസിപ്പിച്ചു. നാരായണൻ ഏതായാലും നമ്മൾ വിചാരിച്ചത്ര മോശമല്ല. മടയനായിട്ടും അയാൾ ആ 10 സെന്റ് അനിയത്തിക്ക് എഴുതി കൊടുത്തില്ലല്ലോ. മോശമാവാഞ്ഞിട്ടോ മടയനാവാഞ്ഞിട്ടോ അല്ല. അരുന്ധതി എതിർത്തു. ദേവകി സമ്മതിക്കാഞ്ഞിട്ടാ. ചിലപ്പോ സഹായിയായ ഏട്ടനെ സോപ്പിടാനായി പറഞ്ഞതുമാവാം. ഞാനറിയാതെ തേങ്ങ ഇട്ടെടുക്കാമെന്നും വിചാരിച്ചിട്ടുണ്ടാവും. ദൈവം അതിനേതായാലും അനുവദിച്ചില്ല. നിന്റെ കുട്ടികളുടെ ഭാഗ്യം. ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല. അടുത്ത കുറി മുതൽ ഞാൻ തന്നെ നാളികേരം പൊട്ടിക്കാൻ തീരുമാനിച്ചു. നാളികേരം ഇട്ടെടുത്താൽ മാത്രം പോരാ, രജനി ഉപദേശിച്ചു. ആ 10 സെന്റിന്റെ ആധാരം വാങ്ങി അത് എത്രയും പെട്ടെന്ന് നിന്റെ പേരിലാക്കണം. ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോ ചെയ്തില്ലെങ്കിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും. സ്വന്തം പേരിലായി കിട്ടിയ എപ്പോഴാന്ന് വെച്ചാൽ അത് വിൽക്കാലോ. ഇല്ലേച്ചാ ആ 10 സെന്റിലെ നാളികേരത്തിനായി ഇയാൾ ഇടയ്ക്കിടെ വണ്ടി പിടിച്ച് അകലൂർക്ക് പോകണ്ടേ? അരുന്ധതി ഒന്ന് ആലോചിച്ചു. എന്നിട്ടൊന്ന് ചിരിച്ചു. വിൽക്കണ കാര്യം ഉടനെ പ്ലാനില്ല. പക്ഷേ എന്റെ പേരിലാക്കാൻ ഇനി ഒട്ടും വൈകിക്കൂടാ. അതിനെന്തൊക്കെയാ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. ഏട്ടൻ അത് എനിക്ക് ചെയ്തു തരണം. കേട്ടല്ലോ, സുഭാഷിന്റെ ചുമതലയത്. അരുന്ധതിക്ക് വേണ്ടി രജനി ഭർത്താവിനോട് റെക്കമെൻഡ് ചെയ്തു. ശരി, നീ ഒരു ദിവസം ആ പേപ്പേഴ്സുമായി ഇല്ലത്തേക്ക് വന്നാൽ മതി.
അങ്ങനെ പറഞ്ഞു സുഭാഷും കുടുംബവും മടങ്ങി. ദേവിച്ചെറിയമ്മ എന്താ പാവം അമ്മേ? അരുന്ധതിയെ നോക്കി മകൻ ദേവൻ നെടുവീർപ്പയച്ചു. ആ 10 സെന്റ് നമുക്ക് ദേവിച്ചെറിയമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്താലോ? അച്ചമ്മയെ നോക്കാനും സോമബാലനെ പഠിപ്പിക്കാനുമൊക്കെ അവർക്ക് പണം വേണ്ടേ? അവിടെ ആർക്കും ജോലിയില്ലല്ലോ. മിണ്ടരുത്. കണ്ണു മിഴിച്ചുകൊണ്ട് അവൾ മകന്റെ വായ പൊത്തി. തന്തയുടെ തനി പകർപ്പാ. നന്നാവില്ല നീ ഒരു കാലത്തും. നാരായണൻ നമ്പൂതിരിയുടെ ആ വലിയ കണ്ണുകളും സാധുക്കളോടുള്ള ദയനദയയും മകൻ അതേപടി കിട്ടിയിരിക്കുന്നതിൽ അരുന്ധതിക്ക് തീരാ തമർഷമുണ്ടായിരുന്നു. ഹരിക്ക് സ്വന്തം കാര്യങ്ങളിലാണ് എപ്പോഴും താല്പര്യം. അമ്മ പറയണതെല്ലാം അവൻ അപ്പാടെ അനുസരിക്കുകയും ചെയ്യും. ജാനകിക്കും അച്ഛനോട് വലിയ സ്നേഹമാണെങ്കിലും അമ്മയുടെ കൽപ്പനകൾക്ക് മുമ്പിൽ അവൾ തലതാഴ്ത്തും. അതുകൊണ്ട് വീട്ടുജോലികളെല്ലാം മൂത്ത മകന്റെ നെറുകയിലാണ് അരുന്ധതി വെക്കുക. 3-ലും മൂത്തതാ. വയസ്സ് 10 കഴിഞ്ഞു. ചെറിയ കുട്ടിയൊന്നുമല്ല. അവനവന്റെ കാര്യം നോക്കാറായി. ഇതൊക്കെ അവനുള്ള അമ്മയുടെ താക്കീതുകളാണ്. പഠിക്കാൻ സമയം കുറച്ചേ കൊടുക്കാറുള്ളൂവെങ്കിലും പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞാൽ കനത്ത ശിക്ഷ തന്നെ നൽകും. സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന കനം കുറഞ്ഞ ചൂരൽ കൊണ്ട് അരയ്ക്ക് കീഴോട്ട് പൊതിരെ തല്ലും. എത്ര തല്ലുകൊണ്ടാലും നാണമില്ലാത്ത ജന്തു. അനുസരണ പഠിപ്പിക്കാൻ നിന്നെ ഞാൻ, അവൾ ആവർത്തിക്കും. ഇങ്ങനെ കുട്ടികളെ തല്ലിയാൽ അതുങ്ങൾ വഴിതെറ്റിപ്പോകും ടീച്ചറെ, അയൽക്കാരി വിവാത്തുമ്മ ഒരിക്കൽ ഉപദേശിച്ചു. ഉമ്മയുടെ പണി നോക്ക് എന്ന് കയർത്തെങ്കിലും ദേവന്റെ തുടയിലെ തിണർത്ത പാടുകൾ കണ്ട് പിന്നീട് സഹാധ്യാപകരും കുറ്റപ്പെടുത്തിയപ്പോൾ അരുന്ധതി ശിക്ഷാരീതി ഒന്ന് പുതുക്കി. മൂത്ത മകന്റെ കുറ്റങ്ങൾക്ക് അവൾ ഇളയ മക്കളെ കൊണ്ട് ശിക്ഷിക്കാൻ തുടങ്ങി. ദേവനെ ചൂര കൊണ്ട് തല്ലാൻ കിട്ടുന്ന അവസരം ഹരി കണക്കിന് പ്രയോജനപ്പെടുത്തും. ജാനകിക്ക് പക്ഷെ ദേവേട്ടനെ ശിക്ഷിക്കാൻ സങ്കടമാണ്. ദേവേട്ടൻ പാവമല്ലേ അമ്മേ എന്ന് ചോദിച്ച് അവൾ കരയും. 1.5 മാസം കൂടുമ്പോൾ ശനിയാഴ്ചകളിൽ ജീപ്പ് പിടിച്ചു പോയി അവൾ അകലൂരിലെ ഭർത്താവിന്റെ 10 സെന്റിൽ നിന്ന് നാളികേരം ഇടിവിക്കും. ആദ്യ തവണ അരുന്ധതി ഇല്ലത്തിന്റെ മുറ്റത്ത് നിന്നിരുന്ന ദേവകിയുടെ മുന്നിലേക്ക് വലിപ്പം കുറഞ്ഞ 5 നാളികേരങ്ങൾ ഇട്ടുകൊടുത്തു. മടങ്ങാൻ നേരം അമ്മയെ കാണുന്നില്ലേ ഏട്ടത്തിയമ്മേ എന്ന് ദേവകി തിരക്കിയപ്പോൾ ഇഷ്ടമില്ലാത്ത മട്ടിൽ ഒന്ന് പോയി കിടക്കയിൽ പരവശയായി കിടക്കുന്ന വൃദ്ധയെ ഒരു നോക്ക് കണ്ടിട്ട് പോന്നു. പിറ്റേ തവണ 2 നാളികേരം ദേവകിയുടെ നേർക്ക് എറിഞ്ഞു കൊടുത്തു. മടങ്ങുക, അങ്ങടി ചെന്നിട്ട് ഒരുപാട് ജോലികളുണ്ട്. എല്ലാ തവണയും നാളികേരം തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജീപ്പ് പിടിച്ച് ഇത്രയും വരണത് നഷ്ടാ. നാളികേരത്തിന് ഇപ്പോ എന്താ വില? പിന്നീട് അരുന്ധതി നാളികേരം പൊട്ടിക്കാൻ ചെന്നപ്പോൾ ദേവകി ഇല്ലത്തിന് പുറത്തേക്ക് വന്നില്ല. അത്രയും ലാഭം എന്ന് വിചാരിച്ച് കൊതുമ്പും മടലും എല്ലാം ജീപ്പ് കയറ്റി തിരിച്ചു പോരുകയും ചെയ്തു. അങ്ങനെ കൊണ്ടുവരുന്ന നാളികേരങ്ങൾ വാടക വീട്ടിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചു. മാർക്കറ്റ് വിലയിൽ 1 രൂപ കൂട്ടിയേ അവൾ വിൽക്കൂ. ഇത് നല്ല വലിപ്പമുള്ള നാളികേരമാ. മനസ്സുണ്ടാന്ന് വെച്ചാ വാങ്ങിയാ മതി. വാങ്ങണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. മുഖം മുറിയും മട്ടിൽ അരുന്ധതി പറയും. എങ്കിലും 10 ദിവസങ്ങൾക്കുള്ളിൽ കൊണ്ടുവരണ മുഴുവൻ നാളികേരം തീരുകയും ചെയ്യും. നാരായണൻ മാഷ് ഇല്ലാതാവണതോടെ അരുന്ധതി ടീച്ചർ ഒരു പാഠം പഠിക്കുന്ന എല്ലാരും വിചാരിച്ചത്. സഹാധ്യാപികയായ മഹേശ്വരി ടീച്ചർ രാഹുലൻ മാഷിന്റെ അടുത്ത് അടക്കം പറഞ്ഞു. ടീച്ചർ പക്ഷേ ഒന്നുകൂടി നന്നായി. മുഖത്ത് ഇത്തിരിയും കൂടി രക്തപ്രസാദം വെച്ചു. കൈത്തണ്ടയിൽ ഒരു ബ്രേസ്ലെറ്റ് കൂടിയായി. 3 പവനിൽ കുറയില്ലത്. നന്നാവട്ടെ ടീച്ചറെ, ഉദാസീനായി രാഹുലൻ മാഷ് അറിയിച്ചു. വിധവകൾക്കും മേൽഗതി വരേണ്ടതല്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പഠിച്ചിരിക്കുന്നു. അല്ലെങ്കിലും അവർ എപ്പോഴും സ്വന്തം കാലിലാണല്ലോ. ആര് പറഞ്ഞാലാ അവർ വകവയ്ക്കുക? ആ സംഭാഷണം കേട്ടുകൊണ്ട് വന്ന സുഹൃത ടീച്ചർ തിരക്കി. മതി, രാഹുൽ മാഷ് പറഞ്ഞു. നമുക്ക് ഈ വിഷയം ഇടാം. പരദൂഷണം അധ്യാപകർക്ക് പറ്റിയതല്ല. അങ്ങനെ ആ വിഷയം അവിടെ അവസാനിച്ചു. അപ്പോഴാണ് മറ്റൊരു ഏടാകൂടം അരുന്ധതി ടീച്ചറെ തേടി വന്നത്.